നമ്മളിന്ന് ചായ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തിനിപ്പോൾ ഇത്ര കാര്യമായിട്ട് ചായ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നല്ലേ. ഇത് പാലൊഴിച്ചുള്ള ചായയല്ല, നമ്മൾ ബദാം മിൽക്ക് കൊണ്ടുള്ള ചായയാണ്. ആദ്യം നമ്മൾ കുറച്ച് ബദാം എടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കുക. തലേദിവസം കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും നല്ലത്. പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അതിൻ്റെ ആ തൊലി ഒന്ന് പൊളിച്ച് കളയണം. അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഞെക്കി കൊടുത്താൽ മതി, അതിങ്ങനെ പൊളിഞ്ഞു വരും. അങ്ങനെ നമ്മൾ എല്ലാ ബദാമിൻ്റെയും തൊലി നന്നായിട്ടൊന്ന് പൊളിച്ച് കളഞ്ഞിട്ട് അത് നമ്മൾ കഴുകിയെടുക്കുക. സാധാരണ പാലിന് അലർജി ഉള്ളവർക്കൊക്കെ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ അല്ലാതെ തന്നെയും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ ബദാം മിൽക്ക് കൊണ്ട്. ഇങ്ങനെ കഴുകിയെടുത്ത ബദാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കും ആദ്യം. പിന്നീട് അത് അരച്ച് വന്നു കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അരയ്ക്കാം. ഈ ഒഴിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിൽ കുറച്ച് നല്ലതാണ്, കാരണം ഇനി ഇത് തിളപ്പിക്കുന്നില്ല നമ്മൾ. അതിനുശേഷം നമ്മളിത് അരിച്ചെടുക്കുവാണ്. അധികമൊന്നും അരിച്ച് കളയാൻ കാണില്ല, എന്നാലും നന്നായിട്ട് അരയ്ക്കുവാണെങ്കിൽ എളുപ്പം അരിച്ച് കിട്ടും. ഇതാ ഇത്രയും ബദാം ഞാൻ അരച്ചപ്പോഴേക്കും ഇത് ഇത്രയും മിൽക്ക് കിട്ടി. ഈ പാല് നമ്മൾ ഇനി ഒന്ന് ചൂടാക്കി എടുക്കുന്നു. ഇത് തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. ഇനി നമ്മൾ സാധാരണ നമ്മൾ ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് പഞ്ചസാരയും പിന്നെ നമ്മുടെ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചായ ഉണ്ടാക്കുവാണേ. ഇതിലേക്ക് ഏലക്കയോ ഇഞ്ചിയോ ഒക്കെ ചേർത്ത് ചായ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയോ ആവാം. ഇനി നമ്മുടെ ചായ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഉണ്ടാക്കി വെച്ച ആ ബദാം മിൽക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് തമ്മിൽ നമ്മൾ സാധാരണ ചായ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് അടിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് ഗ്ലാസ്സിലേക്ക് പകർത്തി കുടിച്ച് നോക്കാം. കുടിച്ചപ്പോൾ ടേസ്റ്റ് വ്യത്യാസമില്ലെന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതൊരു ടേസ്റ്റ് വ്യത്യാസം തോന്നി ചെറുതായിട്ട്. കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ വല്ല ഹോർലിക്സിൻ്റെയൊക്കെ ഒപ്പം കൊടുക്കുവാണ് നല്ലത്, ഇല്ലെങ്കിൽ അവർക്കതൊരു വ്യത്യാസം തോന്നും. അപ്പോൾ ശരി, ബൈ.